ഇവിടെ സാർ എത്തിയിരിക്കുന്നു. പിന്നെ അതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട്. സാറിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത് നിങ്ങൾക്കറിയാം, നമ്മുടെ മേഴ്സി ടീച്ചറിന്റെ ഹസ്ബൻഡ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് അറിയാമോ? അറിയത്തില്ലേ? സാറ് വഴിയാണ് നമുക്ക് സാറിനെ അറേഞ്ച് ചെയ്ത് തന്നത്. അപ്പോൾ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും കുട്ടികൾക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാറിൻ്റെ വിലയേറിയ വാക്കുകൾക്കായിട്ട് ഞങ്ങൾ പറഞ്ഞു. നമസ്കാരം. പ്രധാനപ്പെട്ട HM ഇൻചാർജ് ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികൾ, കഴിഞ്ഞ വർഷം നമ്മളൊരു ക്ലാസ് അറേഞ്ച് ചെയ്തായിരുന്നു അല്ലേ? ഇന്ന് ഏതൊക്കെ ക്ലാസ്സിലായിരുന്നു? 9ാം ക്ലാസ്സിന് പിന്നെ ചെറിയ ക്ലാസ്സിലുണ്ടായിരുന്നു, 4ാം ക്ലാസ് 7ാം ക്ലാസ് അല്ലേ? നമ്മളിവിടെ കമ്പ്യൂട്ടർ ദിനത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം അല്ലേ? എന്തുവാ? ലഹരി വിരുദ്ധ ദിനം അല്ലേ? ഇന്നത്തെ ഡേറ്റ് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് അല്ലേ? എന്നുവെച്ചാൽ നേരത്തെ കാലങ്ങളിൽ അല്ലെങ്കിൽ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തിൽ ഈ ദിനത്തിന് അത്രമാത്രം പ്രത്യേകത ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾ പഠിക്കുന്ന ഈ സമയത്ത് ഈ ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. എന്താ കാരണം അറിയാമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. കാരണം വെച്ചാൽ അറിയില്ലേ, അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ ലഹരി എന്ന് പറയുന്നതിന്റെ അമിതമായ ഉപയോഗം നമ്മളുടെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ വളരെയധികം കുറവായിരുന്നു. കൂടുതലായിരുന്നു? വളരെയധികം കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന ഈ സമയത്ത് കുട്ടികൾ, അതായത് ഹൈസ്കൂളിലും സ്കൂളുകളിലും എല്ലാം പഠിക്കുന്ന കുട്ടികൾ ലഹരിയുടെ വളരെയധികം കൂടി വന്നിരിക്കുന്നു അല്ലേ? നമ്മൾ പലപ്പോഴും പല വാർത്തകളിലും നമ്മൾ മൊബൈൽ ഫോൺ നോക്കുമ്പോഴും പല നവമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കാണുന്ന ഇന്ന സ്ഥലത്ത് ഇത്ര മയക്കുമരുന്നുമായിട്ട് പിടിച്ചു, അല്ലെങ്കിൽ ഇത്ര സ്ഥലത്ത് മയക്കുമരുന്നുമായിട്ട് പിടിച്ചെന്നുള്ള വാർത്ത നമ്മൾ കാണുന്നതാണ് അല്ലേ? അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ഗവൺമെന്റ് ഇതുപോലെ ലഹരി വിരുദ്ധ ദിനം വളരെയധികം വിപുലമായിട്ട് അതുപോലെ ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയും ഇന്നത്തെ പരിപാടികൾ നിങ്ങൾ ചെയ്തു. രാവിലെ എന്തൊക്കെ ചെയ്തോ? ക്ലാസ് മോബ് ചെയ്തു, പിന്നെ നടത്തി, പിന്നെ നമ്മൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കും അല്ലേ? പോസ്റ്റർ രചന, ഉപന്യാസ മത്സരം, ഗസ്റ്റ് കോമ്പറ്റീഷൻ, അങ്ങനെ പല പരിപാടികളും നമ്മളിൽ ലഹരി വിരുദ്ധ ദിനത്തിന്റെ അവബോധം വളർത്താൻ വേണ്ടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ? നമ്മുടെ ഗവൺമെന്റ്